ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം ദക്ഷിണ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയ്ക്ക് സമീപത്തുള്ള പനങ്ങാട് പുലിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര കവാടത്തിന് മുന്നിലാണ്. കുളനാട് കഴിഞ്ഞ് ഇലവന്തിട്ടയ്ക്ക് പോകുന്ന വഴിക്ക് പനങ്ങാടെന്ന് പറഞ്ഞ സ്ഥലമാണ്. പനങ്ങാട് കുളനട നമ്മൾ പന്തളത്തു നിന്ന് എത്ര കിലോമീറ്റർ ഇവിടെ വരെ? പന്തളത്തു നിന്നൊരു 3.5-4 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ. പുലിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ അയ്യപ്പനാണ് പ്രതിഷ്ഠ. പിന്നെ അയ്യപ്പൻ പന്തളത്ത് താമസിച്ചിരുന്ന സമയത്ത് പുലിപ്പാലിന് പോയിട്ട് പുലിയുമായിട്ട് ഇവിടെ വന്നെന്നുള്ള ഐതിഹ്യമുണ്ട്. ഇവിടെ പുലിയുടെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലമുണ്ട് പാറക്കെട്ടിൽ. അതിമനോഹരമായ ക്ഷേത്രം പുലിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കുറേയേറെ കയറ്റം കയറിയിട്ട് വേണം ഏകദേശം 118 പടവുകളുള്ള ഈ ക്ഷേത്ര അങ്കണത്തിലെത്തിച്ചേരാൻ. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്ര ദർശനം തന്നെയാണെന്ന് ഇത് പറയാം. കാരണം മുട്ടനൊരു പാറയുടെ പുറത്താണ് ഈ ക്ഷേത്രം. ശബരിമല ക്ഷേത്രവും പന്തളം ക്ഷേത്രവുമായിട്ടുള്ള ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. അയ്യപ്പൻ പുലിപ്പാലിന് വേണ്ടി കാട്ടിൽ പോയത്, പിന്നീട് പുലികളുമായിട്ട് തിരിച്ചെത്തിയത്. പുലികളും അയ്യപ്പനും വിശ്രമിച്ച സ്ഥലം കേട്ടിട്ടുണ്ടോ? അതാണ് ഈ പുലിക്കുന്ന് അയ്യപ്പ ക്ഷേത്രം. അപൂർവങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ, നിങ്ങൾക്കറിയാത്ത അയ്യപ്പ ഐതിഹ്യമുള്ള ക്ഷേത്രം. ഈ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്ന മനോഹരമായ ഈ ശില്പമാണ്. കാണുന്ന സ്ഥലം കണ്ടോ? അയ്യപ്പന്റെ പുലിപ്പാദം പതിഞ്ഞ സ്ഥലമാണ്. അത്രയും ഭാഗം ഒന്ന് വേലി കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അയ്യപ്പൻ പുലികളുമായി വന്നപ്പോൾ പാദം പതിഞ്ഞു എന്ന് പറയുന്ന സ്ഥലമായി കാണുന്നതല്ല. ആലപ്പഴക്കം കൊണ്ട് ശകലം തേഞ്ഞു വാഞ്ഞു പോയിട്ടുണ്ട്. പുലിയുടെ വാലിന്റെയും പാദത്തിന്റെയൊക്കെ അടയാളം കാണാൻ സാധിക്കും. അയ്യപ്പൻ്റെ അമ്മയ്ക്ക് വയറുവേദന വന്നപ്പോൾ കൊട്ടാരം വൈദ്യം കൽപ്പിച്ച പോലെ പുലിപ്പാല് കൊടുത്താലേ ഇത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യപ്പൻ കാട്ടിൽ പോയി പുലികളുമായി വരികയും വരുന്ന വഴിക്ക് അയ്യപ്പനും പുലികളും വിശ്രമിച്ച സ്ഥലമാണിത്. അങ്ങനെയാണ് ഈ പ്രദേശത്ത് പുലിക്കുന്നെന്ന് പേര് ലഭിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി ഒരു തമിഴ് ക്ഷേത്ര വാസ്തുവിദ്യാ രീതിയിൽ. ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മേൽക്കൂരയില്ല. ഒരു ആൽമരത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ശരിക്കും പുലികളായി വന്നത് ദേവഗണങ്ങളാണെന്നാണ് വിശ്വാസം. ആ ദേവഗണങ്ങളെ ഇവിടെ ഉപദേവന്മാരായിട്ടും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ക്ഷേത്ര ദർശനം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. ഈ അമ്പലത്തിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നല്ല സൈലൻസ് ആയിട്ടുള്ള ഇടം, ചുറ്റുപാടുമുള്ള കാഴ്ചകൾ അതിമനോഹരം. രാവിലെയും വൈകുന്നേരവും അയ്യപ്പന്മാരുടെ ശരണം വിളിയൊക്കെ ഉണ്ട് ഇവിടെ. സാക്ഷാൽ അയ്യപ്പന്റെ കുന്ന് പുലിക്കുന്ന്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ അയ്യപ്പന്മാർ ധാരാളം എത്താറുണ്ട് ഇവിടെ. മീനമാസത്തിലെ പൂയമാണ് ഇവിടുത്തെ ഉത്സവം. 2 കൊടിയാണുള്ളത്. ഒന്ന് മല, ഒന്ന് പ്രതിഷ്ഠയുടെ. അങ്ങനെ 2 കൊടിയുണ്ട്. 2 കൊടിയിലാണ് എഴുന്നള്ളത്തും വീടുകളിൽ പറക്കി എഴുന്നള്ളത്ത് എല്ലാത്തിനും എഴുന്നള്ളത്ത്. നമ്മുടെ പന്തളം കൊട്ടാരമായിട്ട് പന്തളം കൊട്ടാരത്തിൻ്റെ വകയായിരുന്നു പഴയ കാലത്ത്, രാജഭരണകാലത്ത് അവരുടെ വക. അവർ 4 വ്യക്തികളെ ഏൽപ്പിച്ചപ്പോൾ 4 കുടുംബക്കാരായി. അന്ന് പഴയ കാലത്ത് രാജവംശം ഇരിക്കുന്നതല്ല. അങ്ങനെ ആ 4 കുടുംബക്കാരായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളും ചിലവെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഇത്രയും ഡെവലപ്മെൻ്റ് ആയത് അങ്ങോട്ട്. പിന്നെ പുലിയെ കൊണ്ടുവന്ന് താഴെ വിട്ടിട്ട് വന്ന വഴിയാണിത്. ഇത് ആൽമരച്ചോട്ടിലാണ്. ആൽമരച്ചോട്ട് പേരാൽ ആണ് ഇത്. അതിൻ്റെ ചുവട്ടിലാണ് പിന്നെ 4 പ്രതിഷ്ഠയുള്ളത്.
അത് 4 പ്രതിഷ്ഠ ഒരു പീഠത്തില്ല, 4 പ്രതിഷ്ഠ. അത് ഗണപതി, പിന്നെ ശിവന് അന്നദാനപ്രഭുവായിട്ട് പൂജ കൊടുക്കുന്ന ക്ഷേത്രം ഇതേ ഉള്ളൂ. ഇത് അന്ന് രാജാവ് ഇരിക്കുന്ന കാലത്ത് ഉള്ളത്. പിന്നെ വേട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന ഭാവം. അങ്ങനെ 4 പ്രതിഷ്ഠയാണ്. ശരിയാണ്. അതുകൊണ്ട് ആസക്തി കൂടാതെ ചെയ്യേണ്ട കർമ്മം നീ അനുഷ്ഠിക്കുക. കാരണം അനാസക്തനായി കർമ്മം അനുഷ്ഠിക്കുന്ന പുരുഷൻ പരമമായ പദത്തെ പ്രാപിക്കുന്നു. കർമ്മണ്യൈവ ഹി സംസിദ്ധി ആസ്തിദാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംവശൻ കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്തിദാ ജനകാദയ